ഹായ്, നമ്മൾ ഇന്ന് കണ്ണൂർ സ്റ്റൈൽ നെയ്ച്ചോറും പിന്നെ മട്ടൻ കറി, വറുത്തരച്ച മട്ടൻ കറിയാണ് ആക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ്, പിന്നെ ഞാൻ വളരെ കുറച്ച് സ്പൈസസ് ആണ്, വളരെ കുറച്ച് സ്പൈസസ് ആണ് ഇടുന്നത്. 2 ബേ ലീഫ്, ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് പട്ട, ഇത് മാത്രം ഇട്ടിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ച്, അരി ആദ്യം കഴുകി ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ആകുമ്പോഴേക്ക് തന്നെ അരി വളരെ പെട്ടെന്ന് ഡ്രൈ ആവും. ഇനി ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ എപ്പോഴും കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്യാറ്. അപ്പം അത് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കുക. അപ്പം ഇത് തിളയ്ക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അരി ഇട്ടു മൂടി വെച്ചിട്ട് ഒരു വിസിൽ, അതാണ് നമ്മളുടെ കണക്ക്. ഞാൻ കുറച്ചിനി ഉപ്പിടട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിടുന്നുണ്ട്. വീട്ടിൽ അമ്മയൊക്കെ ഇത് കഴുകി ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് വറക്കാറുണ്ട്. എനിക്കിവിടെ അതിനനുസരിച്ചുള്ള പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. ഡയറക്റ്റ് ഇത് നല്ലോണം തിളയ്ക്കുമ്പോൾ അങ്ങിടും. ഞാനിത് അരി ഇടുവാണേ. വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു റൈസാ. ഒരു വിസിൽ വന്ന പാടന്നെ നമ്മൾ ഓഫാക്കും. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പം ബിരിയാണി ആണെങ്കിൽ ഇതിന്റെ ഗ്യാസ് കുറച്ചും കൂടി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല ഇട്ട് ലെയർ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ചെയ്യുക. ഇതിപ്പം നെയ്ച്ചോറായത് കാരണം ഇതിങ്ങനെ തന്നെ ഞാൻ സാധാരണ വെക്കാറ്. കുറച്ചും കൂടി സോഫ്റ്റ് ആവും കുട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഗരം മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട്, പിന്നെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ഉള്ളി വറുത്തത് നമ്മളിങ്ങനെ ഇടാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, കാരണം എൻ്റെ മോൻ അതൊക്കെ എടുത്ത് പുറത്തിടും. അപ്പം ഞാനത് ചെയ്യണത് വേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഉള്ളി നിങ്ങൾക്ക് ഇടാം. ഞാനിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യാറ്. 2 ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഗാർണിഷൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ നമുക്ക് മട്ടൻ കറിയിലോട്ടേക്ക് പോകാം. നമ്മളിവിടെ 2 LB മട്ടൺ ആണ് യൂസ് ചെയ്യണേ. ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് മല്ലിയും കൂടി ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. എന്നിട്ട് മട്ടണിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കും. ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഞാനിവിടെ ഈ ഗ്രൈൻഡ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്, ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 ഉള്ളി, വലിയ ഉള്ളിയാണ്, ഒരു തക്കാളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കുക ഇതെല്ലാം കൂടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും. കുക്ക് ചെയ്യാൻ പോവാണ്. ഒരു 4-5 വിസിൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇനി വറുത്തരച്ച തേങ്ങയാണ് ഒഴിക്കാൻ പോകുന്നത്. ഒരു വിസിൽ വന്നു. അപ്പോൾ വറുത്ത തേങ്ങ അരച്ച് വെക്കുക ഇതാവുമ്പോഴേക്ക്. അപ്പം ഇത് ഞാനിപ്പം വറുത്തതൊന്നല്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെ അമ്മ തേങ്ങ വറുത്ത് കൊണ്ട് തരുന്നതാണ്. അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എത്ര കാലമായാലും ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇതേപോലെ പുറത്ത് നിൽക്കണവർക്ക്, എസ്പെഷ്യലി കണ്ണൂർ സൈഡ് ഒരുവിധ കറികളൊക്കെ വറുത്ത കറികളാണ്. അപ്പം സാമ്പാറായാലും നമ്മൾ വറുത്തിട്ടാണ് യൂസ് ചെയ്യുക. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഇത് മോശമാവുകയില്ല. അപ്പം ഞാനിതിപ്പം ഏകദേശം ഇത്ര തേങ്ങയാണ് യൂസ് ചെയ്തത്. നല്ലോണം ഇതായിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വറുത്തരച്ച തേങ്ങയാണ് ഇത്. ഇനി ഇത് നന്നായി തിളയ്ക്കണം ഒരു 10 മിനിറ്റ്. അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ടു. കുറച്ച് നല്ലോണം കുറുകി. ഇനി നമുക്ക് ഓഫാക്കാം. കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് വളരെ കുറച്ച് ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. രണ്ട് ചെറിയുള്ളി മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടാണ്. ഒരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ചെറിയുള്ളി നല്ലോണം വാടി ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ഇത് ഒഴിക്കണം. മട്ടൻ കറി റെഡി.